യൂസഫാണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ യൂസഫ്, യഥാർത്ഥത്തിൽ ട്രംപിന് ഇപ്പോൾ വാക്ക് മാറ്റി മാറ്റി പറയേണ്ടി വരുന്നതും പ്രവർത്തികൾ മാറ്റി മാറ്റി ചെയ്യേണ്ടി വരുന്നതുമൊക്കെ ഈ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിപ്പോയത് കൊണ്ടാണോ? ലോകത്ത് ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്ന ഒരാളാണ് ഈ ട്രംപ്. കാരണം ഇയാൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള യാതൊരു തരത്തിലുള്ള ബോധവുമില്ലാത്ത പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഇസ്രായേൽ മറ്റൊരു രീതിയിൽ പെരുമാറുമ്പോൾ വേറൊരു രീതിയിലാണ് ഈ ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് സമാധാനം കൊണ്ടുവരും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ട്രംപ് നമ്മൾക്ക് ലോക ഭീഷണിയായിരിക്കുകയാണ്. അതിനൊരു പരിഹാരം ലോകരാജ്യങ്ങളും UN-യും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എല്ലാവർക്കും ഇത്ര ആഗ്രഹമൊക്കെ ഉണ്ട് ശ്രീ യൂസഫ്. പക്ഷേ എന്ത് ചെയ്യാം, ഐക്യരാഷ്ട്രസഭയ്ക്കൊക്കെ ഈ ട്രംപിനെയും നെതന്യാഹുവിനെയും ഒന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ആർജവം കാണിക്കുന്നില്ല. മറ്റ് അതിന് ശേഷിയുള്ള രാജ്യങ്ങളും ആ തരത്തിൽ ഇടപെടുന്നില്ല എന്നത് തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അമേരിക്കയും ഇസ്രയേലും ചേർന്നാൽ അതിനെതിരെ നേരിടാൻ കഴിയുന്ന രാജ്യങ്ങളൊക്കെ ലോകത്തുണ്ട്. പക്ഷേ ആ രാജ്യങ്ങളൊക്കെ അവിടെയും ഇവിടെയും തൊടാതെയൊക്കെ നിൽക്കുന്ന, സ്വന്തം കാര്യം നോക്കി നിൽക്കുകയാണ് എന്ന് കൂടി പറയേണ്ടി വരും. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, യഥാർത്ഥത്തിൽ ഈ ലോകത്തെ യുദ്ധം നീണ്ടുപോകും തോറും അമേരിക്കയുടെ ഭാഗത്ത് ഭീകരമായ സാമ്പത്തിക ചെലവ്, ആയുധങ്ങൾ, എത്രയോ കോടികളുടെ ആയുധങ്ങളാണ് ഓരോ ദിവസവും കത്തിയെരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ജനങ്ങളുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്നത്. ഇന്ന് കേരളത്തിലെ സാധാരണ അടുക്കളയിൽ പോലും ഇന്ന് ആ യുദ്ധം ബാധിച്ചിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ നീണ്ടുപോകാൻ കാരണം? എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അവരുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ ഇറാനെ അത്ര ഈസിയായിട്ട് കീഴടക്കാൻ പറ്റില്ലെന്നതിന്റെ തുടക്ക സമയത്ത് ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നതൊക്കെ നമ്മളൊക്കെ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടുള്ള ഇതുപോലുള്ള വേദികളിലൊക്കെ. കാരണം ഇറാന്റെ ഫണ്ടമെന്റൽ അത്ര സ്ട്രോങ് ആണ്. അതല്ലായിരുന്നുവെങ്കിൽ ഇറാഖിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ലിബിയയിൽ സംഭവിച്ച പോലെ ആഭ്യന്തര കലാപം ഇറാനിൽ ഉണ്ടാകണമായിരുന്നു. ഇവർ വിചാരിച്ചത് ഇപ്പൊ ഖൊമേനിയെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷിച്ച് അതുണ്ടായില്ല. അപ്പൊ ഇനി നടക്കത്തില്ല. ഇനി ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട്, താഴെ ഇറങ്ങി യുദ്ധം ചെയ്യണം. അതിന് അമേരിക്ക തയ്യാറുമല്ല. അപ്പോൾ ഇതിങ്ങനെ നീണ്ടുപോകാനാണ് സാധ്യത. ഇങ്ങനെ നീണ്ടുപോകും തോറും ഇതിന്റെ എക്കണോമിക് ആയിട്ടുള്ള അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കുമാണ്. അമേരിക്കക്കായി കൂടുതൽ. അമേരിക്കയ്ക്ക് അവരുടെ ആംസും ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ പോലെ തന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾക്കും ചൈനയ്ക്കും ഒക്കെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ. നമ്മൾ ഏറ്റവും വലിയ കൺസ്യൂമർ രാഷ്ട്രങ്ങൾ. 85% പെട്രോളിയം നമ്മൾ അല്ലെങ്കിൽ ഫ്യൂവൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പൊ ഈ ഭാഗത്തു കൂടി അത് വരുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും മറ്റു വഴിക്കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വില കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എക്കണോമിയെ ഭയങ്കര സിവിയറായിട്ട് ഇത് ബാധിക്കുന്ന ആളെ. അമേരിക്കയുടെ ആവശ്യവും അതാണ്, ചൈനയെ തകർക്കുക. ഉറപ്പായിട്ടും ഇന്ത്യയും അതുപോലെ തന്നെ. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പല നിരീക്ഷകരും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ ചൈനയെ പോലെ ഒരു രാജ്യത്തെ, ഒപ്പം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെയൊക്കെ സാമ്പത്തികമായി പിന്നോട്ടടിക്കുക, അവരുടെ സാമ്പത്തികമായി മുന്നോട്ടുള്ള യാത്രയെ ഞെരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ എണ്ണയുടെ ഇന്ധന നീക്കത്തെയൊക്കെ തടഞ്ഞു നിർത്തുക വഴിയുണ്ട്. അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ഗൂഢ ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ ഉള്ള നിരീക്ഷണങ്ങളുമുണ്ട്. ശക്തമായിട്ട് നമുക്കത് പ്രകടമായിട്ട് കാണാൻ പറ്റും. ഈ അടുത്ത കാലത്ത് തന്നെ ഈ താരിഫ് ടാക്സിന്റെ ഒക്കെ വിഷയങ്ങളൊക്കെ വന്നപ്പോഴേ ഇന്ത്യയും ചൈനയും ഒക്കെ അത് വളരെ 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 ഭാരമാകുമെന്ന് അമേരിക്ക വിചാരിച്ചിട്ടും അതേ രീതിയിലൊന്നും ഇവിടെയെങ്ങും ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അതൊക്കെ അമേരിക്കയെ അത് വിരളി പിടിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അമേരിക്കയോട് അടുത്തു പോലും എത്താൻ മറ്റു രാഷ്ട്രങ്ങൾ ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു വല്ലാത്ത ഈഗോ ഉള്ളവരാണ് ഈ അമേരിക്കൻസ്. അത് ട്രംപ് ആയിക്കോട്ടെ, നാളെ മറ്റൊരാൾ വന്നാലും അത് തന്നെയാണ് അവർക്കുള്ളത്. അപ്പം ഇതിനെ നേരിടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വേണം. അതൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇത് ഇപ്പം എവിടെയെങ്കിലും എത്തി കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഇറാഖ് സംഭവിച്ച പോലെ ഒന്നും എത്തത്തില്ല. കാരണം അതേ രീതിയിൽ ഇറാനെ തകർക്കാൻ ആരെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പൊ എവിടെയെങ്കിലും വന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കോർണറിലെത്തി സംസാരത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ പരിഹരിച്ചു എന്ന് വരാം. പക്ഷെ അതിന് സമയമെടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വല്ലാത്ത എക്കണോമിക് ഡൗൺഫോൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.
ശരി, താങ്കളുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ലോകത്ത് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക എപ്പോഴും ഏത് യുദ്ധവും ഏത് ആക്രമണവും നടത്തുമ്പോൾ നേരിട്ടുള്ള അവരുടെ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മറ്റ് ചില ഗൂഢ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടാവും. അത് ചൈനയെ പോലെ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുക, തടയിടുക, ഒപ്പം ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ തടയിടുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള വിലയിരുത്തലുകളും അന്താരാഷ്ട്ര തലത്തിലടക്കം പല ഈ രംഗത്തെ വിദഗ്ധരുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയിൽ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തി അവരെ ദുർബലപ്പെടുത്തുക എന്നുള്ള അമേരിക്കയുടെ ലക്ഷ്യം കൂടി. പക്ഷേ നമ്മുടെ ഭരണാധികാരികളൊക്കെ ഇതൊക്കെ എത്രത്തോളം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള മറു ചോദ്യവും ഒപ്പം തന്നെ നിൽപ്പുണ്ട്. ശ്രീ സലീമാണ് സൗദിയിൽ നിന്നും. ശ്രീ സലീം, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ 2-3 ദിവസത്തിനുള്ളിൽ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞു വന്ന അമേരിക്കയും ഇസ്രയേലും ഇപ്പോഴും നിരന്തരം അടിക്കുകയും തിരിച്ചടി നേരിടുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ 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 അത് ശരിയാനുള്ള കാര്യമാണ്. കാരണം ഇത് പകൽ പോലെ സത്യമാണ് സാറേ. കാര്യം ഈ ട്രംപിന് ഈ യുദ്ധം ഇത് പരാജയമാണ് എന്നുള്ളത് എല്ലാവർക്കും അത് അറിയാം. എന്നാലും ഈ അമേരിക്കയിൽ തന്നെ സാറേ 80% ആൾക്കാർ അതിനെതിരാണത്. ഈ ട്രംപ് ഇത്രയും യുദ്ധത്തിൽ വലിച്ചിഴച്ചത് അത് കാരണം ഈ സൗദിയിലെ ഈ GCCയിൽ മൊത്തം ഗതികളാണ് മൊത്തം. അപ്പൊ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ലോക ജനത തന്നെ ഇതിന് ഒരു ഭാഗമാണ്. അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കെട്ടടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ലോകം ഇതിന് ഈ കെടുതി വളരെയേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രംപ് ഇത്രയും ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു അനാവശ്യ യുദ്ധം തന്നെ എന്നാണ് എന്റെ അഭിപ്രായം സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണകുമാറാണ്, ഹൈദരാബാദിൽ നിന്നാണ്. ശ്രീ കൃഷ്ണകുമാർ, നമസ്കാരം. താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ലോക സാഹചര്യത്തിൽ ഈ ട്രംപിന്റെ അവകാശവാദങ്ങളെയും പാഴ്വാക്കുകളെയും ഇറാന്റെ ആക്രമണത്തെയും പ്രതിരോധത്തെയും അങ്ങനെ ആ വിഷയത്തെ കാണുന്നത്? മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരു മനുഷ്യന്റെ അവസാന നാളുകളിൽ വിഭ്രാന്തി ബാധിച്ച ഒരു മനുഷ്യന്റെ ജൽപ്പനങ്ങളും പ്രവൃത്തികളുമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇയാള്. ഇയാൾക്ക് നോബൽ സമ്മാനം കൊടുക്കണം ആവശ്യപ്പെട്ട് നടന്ന ഒരു കഥയുണ്ട്. സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കണം, പക്ഷെ അസമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് ആദ്യം കൊടുക്കാം. പിന്നെ പഴയൊരു കാര്യമുണ്ട്, ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചപ്പോൾ ലോകരാജ്യങ്ങളിലെ മുഴുവൻ എതിർപ്പുണ്ടായിരുന്നു. അമേരിക്കയുടെ പിന്നിൽ എല്ലാവരും അണിനിരന്നു. പക്ഷെ ഇന്ന് ഒരു രാജ്യവും അങ്ങനെ നിൽക്കുന്നില്ല. അതൊരു നല്ല ചിഹ്നമാണ്. പക്ഷെ ഇവർക്ക് എതിർപ്പ് ഉണ്ടാവണം തീർച്ചയായിട്ടും. ഈ അമേരിക്കക്കെതിരായിട്ട് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണം. കാരണം ഇതെല്ലാ രാജ്യങ്ങളിലും ഇക്കണോമി തകർക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അനുവദിച്ചുകൂടാ. രാത്രി വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഭാര്യയും ആയിട്ട് കിടന്നുറങ്ങിയിരുന്ന മനുഷ്യനെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോവുക, ഇതെന്തോ ബോളിവുഡ് സിനിമയോ? ഇത്തരത്തിലുള്ള നടപടികൾ ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ കൃഷ്ണകുമാർ. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ മനോജാണ്, കാലടിയിൽ നിന്നാണ്. ശ്രീ മനോജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എവിടെയോ നടക്കുന്ന യുദ്ധമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ അവിടെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് അപകടം പറ്റുമോ എന്ന് പറഞ്ഞു പോലും അതങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ തരത്തിലടക്കം നമ്മളേറെ വേദന അനുഭവിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ അടുക്കളയിലേക്ക്, നമ്മുടെ റോഡിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ യുദ്ധം ബാധിച്ചിരിക്കുന്നു. ഇപ്പോഴും അതിന് നിർത്താൻ ഭാവമില്ല ട്രംപിനും നെതന്യാഹുവിനും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.